കേട്ടിട്ടുണ്ട്. മാൽഡീവ്സ് അതിമനോഹരങ്ങളായ ബീച്ചസിനെ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഐലൻഡാണ്. സാധാരണ ഹണിമൂൺ കപ്പിൾസ് ആണ് അവിടെ പോകാറുള്ളത്. കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയുമാണ് ഇവിടെ പോകാൻ. കാരണം ഇവിടുത്തെ മുഴുവൻ സാധനങ്ങളും ഇൻക്ലൂഡിങ് ഭക്ഷ്യവസ്തുക്കളും ഇമ്പോർട്ടഡ് ആണ്. ബീച്ചസ് അല്ലാതെ വേറെ അവിടെ ഒന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് മാൽഡീവ്സിൽ പോകണമെന്ന് പറയുമ്പോൾ ആളുകൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മോനും വൈഫും അവരുടെ ഹണിമൂണിന് മാൽഡീവ്സിൽ പോയപ്പോൾ ഞങ്ങളെയും ക്ഷണിച്ചതാണ്. അവർക്കൊരു ഹിൻഡ്രൻസ് ആവണ്ടെന്ന് കരുതി ഞങ്ങളന്ന് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ചെഡാസിയ ഏജൻസിയുടെ മാൽഡീവ്സിനുള്ള ഒരു ഹണിമൂൺ പാക്കേജ് കണ്ടു. വളരെ റീസണബിൾ പ്രൈസുമായി കണ്ടപ്പോൾ ഞാനൊന്ന് വിളിച്ചു ചോദിച്ചു. ഇനിയിപ്പം ബീച്ചിൽ ചുമ്മാ പോയി കിടക്കാനാണെന്ന് പറഞ്ഞാൽ ഈ പ്രൈസിന് പോകാമെന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഇമ്പ്രസീവായി തോന്നിയതിനാൽ ഞങ്ങൾ അങ്ങ് ബുക്ക് ചെയ്തു. ഹണിമൂൺ പാക്കേജിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ചമ്മൽ തോന്നി. ഈ ഏജൻസി യങ് ആയിട്ടുള്ള ഹണിമൂൺ കപ്പിൾസിനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ വേണ്ട കിടക്കുന്ന ഒരു കിളവനും കിളവിയും കൂടെ ഈ ഹണിമൂൺ പാക്കേജിൽ. കിളവനാണെങ്കിലോ നടക്കാനും ബുദ്ധിമുട്ടുള്ള ആൾ. അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം അങ്ങ് അവരോട് പറഞ്ഞു. ഹണിമൂൺ പാക്കേജിൽ കിളവനും കിളവിയും പോയാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല. അല്ല, അങ്ങനെയുള്ളവരും വരണം, അങ്ങനെ പ്രായമുള്ളവരെ നമുക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ചെഡാസിയ പറഞ്ഞു. ഞങ്ങൾ 4 days and 3 nights ബുക്ക് ചെയ്തത്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ചെഡാസിയയിലെ നീത്തു പറഞ്ഞു ഞങ്ങളുടെ പാക്കേജിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. ലാസ്റ്റ് ഡേയും നൈറ്റും വാട്ടർ വില്ലയിൽ താമസിച്ചെന്നാൽ ഒരു പ്രൈവറ്റ് ബീച്ചുമൊക്കെയായി ശരിക്കും എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് ഡബിൾ ആയി കേട്ടോ. എങ്കിലും സാരമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്തു. എൻ്റെ പൊന്നേ, അന്ന് ഞങ്ങൾ ആ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വാട്ടർ വില്ലയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഏതാണെങ്കിലും ഞാൻ ആദ്യം വാട്ടർ വില്ലയിലെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ 2 ദിവസത്തെ കാര്യമൊക്കെ പറയാം കേട്ടോ. മാൽഡീവ്സ് എയർപോർട്ടിൽ വന്നതിന് ശേഷം വേറെ ഐലൻഡുകളിലേക്ക് പോകുന്നത് സ്പീഡ് ബോട്ടിലാണ്. മാൽഡീവ്സിൽ ഏകദേശം 1192 ഐലൻഡുകളുണ്ട്. അതിൽ 187 എണ്ണത്തിൽ മാത്രമേ ആൾതാമസമൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പാക്കേജ് എടുക്കുമ്പോൾ അവർ ഏത് ഐലൻഡിലോട്ടാണ് പോകുന്നതെന്നൊന്നും, കാരണം ഡിഫറെൻറ്റ് ഐലൻഡിലായിരിക്കും. അപ്പോൾ എല്ലാം സെയിം ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട കേട്ടോ. എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെ സ്പീഡ് ബോട്ടിൽ അദാറൻ ഹുദ്രാൻ ഫുഷി ഐലൻഡിലേക്ക് കൊണ്ടുവന്നു. ഒരു 30 മിനിറ്റ് നേരം ബോട്ടിൽ യാത്ര കഴിഞ്ഞ് വന്നിറങ്ങിയത് ശരിക്കും ഒരു പർദീസയിൽ തന്നെയാണ്. ദേ നോക്കിക്കേ, ഇവിടുത്തെ പഞ്ചസാര മണലും ലൈറ്റ് ബ്ലൂ വാട്ടറും കൂടാതെ നല്ല പച്ച നിറമുള്ള സമൃദ്ധിയായി വളരുന്ന വൃക്ഷങ്ങളും തെങ്ങുകളും ഒക്കെയായി ഒരു ഐലൻഡ്. നമ്മൾ മാൽഡീവ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാണുന്ന ശരിക്കും ഒരു പോസ്റ്റ് കാർഡൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ തോന്നി. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്കിത് എങ്ങോട്ട് നോക്കണമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. കാരണം എങ്ങോട്ട് നോക്കിയാലും അപാര ഭംഗി തന്നെ കേട്ടോ. ഞാൻ ശരിക്കും അവിടെ നിന്നൊന്ന് വട്ടം കറങ്ങി. വാവ്, സോ ബ്യൂട്ടിഫുൾ. അവിടെ നിന്ന് ഞങ്ങളെ ഇവിടുത്തെ പിക്കപ്പിൽ തന്നെ റിസപ്ഷൻ ഏരിയയിൽ കൊണ്ടുവന്നു. അതിമനോഹരമായ ഒരു ലോബി. ഇവിടുത്തെ ഫ്ലോർ വെറും മണൽത്തരികളാണ് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം തോന്നുന്ന ഇത് ഏതാണ്ട് ടൈൽസ് ഇട്ടിരിക്കുന്നതെന്നേ തോന്നത്തുള്ളൂ. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ട് മണൽ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ്. ചെന്ന ഉടനെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. എന്നിട്ട് ഇതിന് ചുറ്റും അതിഭീമാകാരമായ വൃക്ഷങ്ങൾ തന്നെയാണ്. ശരിക്കും നമുക്ക് പടം എടുക്കാനായിട്ട് അങ്ങ് കൊതിച്ചു പോകും കേട്ടോ. അവിടെ നിന്നും ഒരു പിക്കപ്പിൽ തന്നെ ഞങ്ങളെ ഞങ്ങളുടെ ലക്ഷൂറിയസ് ആയ വാട്ടർ വില്ല, ബംഗ്ലാവിലേക്ക് തന്നെ കൊണ്ടുപോയി. ഒരു വീതി കുറഞ്ഞ ഒരു പാലത്തിൽ കൂടി ഏകദേശം 1 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വന്നു നിൽക്കുന്നത് കടലിന് നടുവിൽ 2 സൈഡിലും വരിയായി നിർമ്മിച്ചിരിക്കുന്ന ബംഗ്ലാവിലേക്കാണ്, അല്ലെങ്കിൽ വാട്ടർ വില്ലകളിലേക്കാണ്. ഇവിടെ 26 വില്ലകളുണ്ട്. വില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടാണ് കേട്ടോ. അതാണ് ബംഗ്ലാവ് എന്ന് പറഞ്ഞതിൻ്റെയും കാര്യം. ഇത് കടലിന് നടുവിൽ തൂണിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പേടി തോന്നുന്നില്ലേ? ഇത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പേടി പോലെയൊക്കെ തോന്നും, ഇതെന്താ അപ്പാന്ന് പക്ഷേ നമ്മൾ ഞങ്ങളുടെ വില്ലയിലോട്ട് കയറിയപ്പോൾ കണ്ണ് തള്ളിപ്പോയെന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. അതിഭീമാകാരമായ ഒരു ബെഡ്റൂം, വളരെ റോയലായിട്ട് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നു. ഇരിക്കാൻ വേണ്ട ഹ്യൂജ് ചെയറുകളും എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ തോന്നി. ബെഡ്റൂമിൻ്റെ കർട്ടനൊന്ന് മാറ്റി നോക്കിയാൽ അങ്ങനെ അങ്ങ് പരന്നൊഴുകുന്ന കടൽ. ഇവിടുത്തെ കടലിലെ വെള്ളത്തിന് ഒരു മാസ്മരിക ആകർഷണമാണുള്ളത്. വെള്ളത്തിൽ ഇറങ്ങാൻ മടിയുള്ളവർ പോലും ഈ വെള്ളത്തിൻ്റെ നിറവും ചുറ്റുപാടുമൊക്കെ കാണുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകും. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നിൽക്കാനായിട്ട് നല്ലൊരു ബാൽക്കണിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ അവിടെ സൊറ പറഞ്ഞിരിക്കാനായിട്ട് നല്ല സുഖമാണ്. വല്ല ബിയറോ വൈനോ ഒക്കെ സിപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കാനൊക്കെ നല്ല രസമാണ്. ദേ ബെഡിലിരുന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കണ്ടോ?
അങ്ങ് ദൂരെ വേറെ ഒരു ഐലൻഡും വാട്ടർ വില്ലകളും. സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഇതൊക്കെ ഒന്ന് കണ്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ. പിന്നെ അടുത്ത് തന്നെ ബെഡ്റൂമിന് പറ്റിയ ഒരു വിശാലമായിട്ടുള്ളൊരു ബാത്റൂമുണ്ട്. ഇതിനകത്ത് തന്നെ ടബും ഷവറും എല്ലാം ഉണ്ട്. സോപ്പും ലോഷനും ഷാമ്പുവും ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ബീച്ച് ടവൽസും എന്നും വേണ്ട നമ്മൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സാധനം പോലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ബാത്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് ഡെക്കിലേക്കാണ്. അവിടെ 2 ബീച്ച് ചെയറുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബീച്ചിൽ കിടക്കുന്നത് പോലെ ഈ ചെയറിൽ കിടന്ന് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. പിന്നെ ഇരിക്കാനും സ്നാക്സൊക്കെ കഴിക്കാനുമായി ടേബിളും ചെയറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബീച്ചാണ്. സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിയാൽ ശരിക്കും കടൽ തന്നെ. വലിയ താഴ്ചയൊന്നുമില്ല. ഞങ്ങൾ കുറേ നേരം ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നു. പ്രൈവറ്റ് ബീച്ച് ആയിരുന്നതിനാൽ ഹസ്ബൻഡും ധൈര്യമായിട്ട് ഇറങ്ങി. പിന്നെ റൂമിലാണെങ്കിൽ ഫ്രൂട്ട്സും വൈനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നോക്കിക്കേ, ഫ്രിഡ്ജ് നിറയെ ബിയറും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കുടിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ കുടിക്കത്തില്ലാത്തതിനാൽ ഇതെല്ലാം നഷ്ടമായി. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഈ അഡാരൻ ഖുദ്റാൻ ഫുഷി 86 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് 3 റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇൻ്റർനാഷണൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ഫുഡാണ്. 24 അവേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാമായിരുന്നു. അതിവിശാലമായിട്ട് അതിമനോഹരമായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ് ഞാൻ ക്രൂസ് ഷിപ്പിന് പോകുമ്പോൾ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ആദ്യത്തെ സെയിമിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഹോട്ട് ഡ്രിങ്ക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നോക്കിക്കേ, ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയ സൺസെറ്റ് റെസ്റ്റോറൻറ്റ് പരിസരമാണ്. ഈ മരങ്ങളൊക്കെ കണ്ടാൽ ഇതിന്മേൽ എങ്ങനെ കയറാതിരിക്കാൻ പറ്റും? എനിക്കാണെങ്കിലുണ്ടല്ലോ, ഈ മരച്ചില്ലകളിലൂടെ ഒന്ന് ഓടിച്ചാടി കയറാനാണ് മനസ്സ് വെമ്പിയത്. പക്ഷേ ഇവിടെ ഒരുപാട് കാണാനുണ്ടായിരുന്നതിനാൽ വേഗം പോയി ഒരു ചില്ലയിലിരുന്ന് ഒന്ന് ചില്ലായി, എന്നിട്ട് അവിടുന്ന് വിട്ട് മറ്റു കാഴ്ചകളിലേക്ക് പോയി. സാധാരണ എൻ്റെ ഹസ്ബൻഡ് എവിടെയെങ്കിലും ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കത്തേ ഇല്ല. പക്ഷേ ഇവിടുത്തെ ഈ അരിയാൽ വൃക്ഷവും അതിൽ തൂക്കിയിട്ടിരിക്കുന്ന ലവ് ടാഗ്സും കണ്ടപ്പോൾ പുള്ളിക്കാരൻ വേഗം അതിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എനിക്ക് നല്ല അതിശയം തോന്നി കേട്ടോ. വാലന്റൈൻസ് ഡേക്ക് പ്രേമജോഡികൾ വന്ന് തൂക്കിയ ലവ് ടാഗ്സ് ആണിതെല്ലാം. ശരിക്കും ഈ വൃക്ഷങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് നിന്നാൽ പോലും സമയം പോകുന്നത് അറിയുന്നില്ല. വാവ്, സോ ബ്യൂട്ടിഫുൾ. പിന്നെ ദേ കണ്ടോ, ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊരു ഓട്ടോറിക്ഷ. ഒരു കൗതുകത്തിന് ഞാനും അതിലൊന്ന് കയറി. ഞങ്ങൾ വൈകുന്നേരം സൺസെറ്റ് കാണാൻ കോമൺ ബീച്ചിൽ ഇറങ്ങാനുമായി വന്നു. ഈ കോമൺ ബീച്ചിൻ്റെ പരിസരം ഒന്ന് നോക്കിക്കേ. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് ഒരു സ്വർഗീയ അനുഭൂതിയാണ്. ഇളം കാറ്റിൽ ഈ മരങ്ങൾക്കിടയിലൂടെ ഈ പഞ്ചസാര മണലിൽ നടക്കാൻ ഒത്തിരി രസമായിരുന്നു. കടലിൻ്റെ വിവിധ നിറങ്ങൾ കണ്ടോ നിങ്ങൾ? ഇളം പച്ചയും ഇളം നീലയും ആഷ് കളറും കടും നീലയും ഒക്കെ കൂടിയുള്ള കടലിൻ്റെ ഭംഗി ശരിക്കും ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ അത് ഇത്രയും ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഞങ്ങൾ താമസിച്ച വാട്ടർ വില്ല. എന്നാ ഭംഗിയെന്ന് നോക്കിയേ, ഷാർക്ക് പോലെയല്ലേ? ഞാനുണ്ടല്ലോ ഇതെല്ലാം കൂടി കണ്ടിട്ട് നിലാവ് തഴിച്ചു വിട്ട കോഴിയെ പോലെയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിന്നു. ഈ ബീച്ചിനോട് തൊട്ടടുത്ത് ബീച്ച് ഗ്രില്ലും ബാറും ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കലാമറിയും ഫ്രൈസും ഓർഡർ ചെയ്തു. എൻ്റെ പൊന്നെ, എന്നോ നല്ല ടേസ്റ്റ് ആയിരുന്നറിയാമോ. അമേരിക്കയിൽ നിന്നും വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ കഴിക്കുന്ന ടേസ്റ്റിൽ കലാമറി കഴിക്കുന്നത്. ആലപ്പുഴയിൽ പോയപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു ബാസ്ക്കറ്റും കൂടി വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് പിന്നെ ഡിന്നർ ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. കാരണം നമുക്ക് ഇതിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഡ്രിങ്ക്സ് എല്ലാം ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി കഴിക്കുന്നവർക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും.
ഇവിടെ കടലിന് നടുവിൽ എന്ന പോലെ 2 തൂണുകൾ നാട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതേൽ ഒരു ഊഞ്ഞാലും കെട്ടിയിട്ടുണ്ട്. അതിൽ കയറി ഇരുന്നും നിന്നും ഒക്കെ ഞാൻ ഊഞ്ഞാലാടിയപ്പോൾ ചെറുപ്പകാലം തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ഇവിടുത്തെ വൃക്ഷങ്ങൾക്കൊക്കെ അപാര ഭംഗിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോ, ഇതിനൊക്കെ എന്നാ ഭംഗിയാണെന്നറിയാമോ. ഇവിടെ ഇരുന്നും കിടന്നും ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. ഞാൻ ആ ബീച്ചിൽ കൂടി ടവൽ പറത്തിയും ഓടിയും ഒക്കെ ആവോളം ആസ്വദിച്ചു. ദേ, ഞാൻ ഈ പറഞ്ഞതും കാണിച്ചതും ഒക്കെ ഞങ്ങൾ കണ്ടതിൻ്റെ 4-1 അംശം മാത്രമേ ഉള്ളൂ. പിന്നെ ദേ, ഈ ഐലൻഡിൽ ഈ ബീച്ച് മാത്രമല്ല എൻജോയ് ചെയ്യാനുള്ളത് കേട്ടോ. ധാരാളം വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ട്. വാട്ടർ സ്കീയിങ്, കയാക്കിംഗ്, പാരാഗ്ലൈഡിങ്, സ്നോർക്കലിംഗ് എന്ന് വേണ്ട ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 86 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ ധാരാളം പ്ലേ ഗ്രൗണ്ട്സും ഉണ്ട്. ഫുട്ബോൾ കളിക്കാനും ബേസ്ബോൾ കളിക്കാനും ബാസ്ക്കറ്റ് കളിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏത് ഗെയിമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അതനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനും സാധിക്കും. എന്തോന്ന് പറഞ്ഞാലും ശരി, ചാൻസ് കിട്ടിയാൽ മാൽഡീവ്സിലൊന്ന് പോകണം കേട്ടോ എല്ലാവരും. പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. ചെറുപ്പക്കാർ ഹണിമൂണിന് പോയെന്നാൽ വൃദ്ധർക്കും ഒരു സെക്കൻഡ് ഹണിമൂൺ ആകാമെന്നേ.